ലൈഫിൽ ഇന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യേണ്ട 9 കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ലൈഫിൽ നമ്മളെ വളരാൻ സമ്മതിക്കാത്ത, നമ്മുടെ പ്രൊഡക്ടിവിറ്റി കുറയ്ക്കുന്ന, നമ്മുടെ സമയം നഷ്ടപ്പെടുത്തുന്ന, നമ്മുടെ എനർജി കളയുന്ന കാര്യങ്ങളാണിത്. സോ ഒന്നാമത്തെ കാര്യം, സ്റ്റോപ്പ് കമ്പയറിങ് യുവർ സെൽഫ് ടു അതേഴ്സ്. മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്ന പരിപാടി നിർത്തുക. നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങൾ രണ്ടാണ്, നമ്മുടെ ചിന്തകൾ രണ്ടാണ്, നമ്മുടെ കാഴ്ചപ്പാടുകൾ രണ്ടാണ്, നമ്മുടെ സ്വപ്നങ്ങൾ രണ്ടാണ്, നമ്മുടെ DNA രണ്ടാണ്. ഈ ലോകത്ത് മറ്റാരോടും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഈ കമ്പയർ ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരു തരത്തിലുള്ള ഒപ്റ്റിമിസവും കിട്ടുന്നില്ല. നമ്മുടെ ഉള്ളിലേക്ക് നെഗറ്റീവ് മാത്രമാണ് വരുന്നത്. അതുകൊണ്ട് നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ അംഗീകരിക്കുക, അതിൽ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഡോണ്ട് ട്രൈ ടു ബിക്കം ലൈക്ക് ദി അതർ ഗൈ. രണ്ടാമത്തെ കാര്യമാണ്, ഡോണ്ട് യൂസ് ഫോൺ ഓർ സ്ക്രീൻ ആഫ്റ്റർ 10 PM. 10 മണിക്ക് ശേഷം സ്ക്രീൻ ഉപയോഗിക്കാതിരിക്കുക. കാരണം നമ്മുടെ തലച്ചോറിനകത്ത് മെലറ്റോണിൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതാണ് നമ്മുടെ സ്ലീപ്പിനെ കൺട്രോൾ ചെയ്യുന്നത്. വെളിച്ചത്തിനനുസരിച്ചാണ് ഈ കെമിക്കൽ പ്രവർത്തിക്കുന്നത്. നമ്മുടെ സ്ക്രീനുകളിൽ നിന്ന് വരുന്ന ബ്ലൂ ലൈറ്റ് ഈ മെലറ്റോണിൻ എന്ന കെമിക്കലിന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ലീപ്പ് സൈക്കിളിനെ കാര്യമായിട്ട് ബാധിക്കുകയും ചെയ്യും. ഒരു മനുഷ്യന്റെ ഏറ്റവും കൂടുതൽ എനർജി ബിൽഡ് ചെയ്യുന്ന സമയമാണ്, ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ള സമയങ്ങളിലൊന്നാണ് നല്ല ഉറക്കം കിട്ടുന്ന സമയം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഉറക്കത്തിന്റെ കാര്യത്തിലും ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത്. രാത്രി 10 മണി കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മൾ സ്ക്രീൻ ഉപയോഗിക്കരുത്. മൂന്നാമത്തെ കാര്യമാണ് ഡീഹൈഡ്രേഷൻ. ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുന്ന അവസ്ഥ. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണിത്. കാരണം നമ്മുടെ ബോഡിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദ്രാവകമാണ് വെള്ളം എന്ന് പറയുന്നത്. നമ്മുടെ എനർജി ലെവലും മൂഡും എല്ലാം കൺട്രോൾ ചെയ്യുന്നതിൽ ഇതിന് വലിയൊരു പങ്കുണ്ട്. അതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ മിനിമം ഒരു 3 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുക. അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു വലിയ ഭാഗമാക്കിയും ശീലമാക്കി മാറ്റുക എന്നുള്ളതാണ്. നാലാമത്തെ കാര്യമാണ് സ്റ്റോപ്പ് റിഗ്രറ്റിംഗ്. അതായത് കഴിഞ്ഞുപോയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് വിഷമിക്കാതിരിക്കുക, പരിതപിക്കാതിരിക്കുക. കാരണം ഒരിക്കലും നമുക്ക് പുറകോട്ട് പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ തെറ്റ് ചെയ്തോ ശരി ചെയ്തോ എന്നുള്ള ഒന്നുമല്ല, കഴിഞ്ഞു പോയതിനെ നമുക്ക് മാറ്റാൻ പറ്റില്ല. അതിനെക്കുറിച്ച് ഓർത്ത് ഇന്നത്തെ സമയം കൂടി നഷ്ടപ്പെടുത്തുന്നത് നിർത്തുക എന്നുള്ളതാണ്. നമ്മുടെ ഒരു പ്രതീക്ഷയാണ് ഇത് തകർക്കുന്നത്. സ്റ്റോപ്പ് വേസ്റ്റിംഗ് ടൈം, സ്റ്റോപ്പ് വേസ്റ്റിംഗ് എനർജി ബൈ റിഗ്രറ്റിംഗ്. അഞ്ചാമത്തെ കാര്യമാണ് സ്റ്റോപ്പ് മൾട്ടി ടാസ്കിങ്. പല കാര്യങ്ങളിലേക്ക് ഒരുമിച്ച് നമ്മുടെ ഫോക്കസ് ഇടാതിരിക്കുക. ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. നമ്മൾ പല കാര്യങ്ങളിൽ തലയിടാൻ പോയാൽ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമല്ല, നമ്മുടെ ബ്രെയിനിന് അത് എൻജോയ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ ബ്രെയിൻ ബേസിക്കലി ഒരു കാര്യത്തിലാണ് ഫോക്കസ് ചെയ്യാൻ കഴിവുള്ളത്. ആ കഴിവിനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. പല കുഴികൾ കുഴിച്ചാൽ ഒരു കുഴിയും ആഴത്തിൽ പോകില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ സിറ്റുവേഷൻ. അതുകൊണ്ട് നമ്മുടെ ഫോക്കസ് ഒരു കാര്യത്തിലേക്ക് ഇടുക എന്നുള്ളതാണ്. ആറാമത്തെ കാര്യമാണ് സ്റ്റോപ്പ് ഡൗട്ടിങ് യുവർ സെൽഫ്. ചില കാര്യങ്ങളിൽ ഉറച്ച് വിശ്വസിക്കുക. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു തിരിച്ചടിയോ ഒരു പരാജയമോ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് നമ്മളെ തന്നെ, നമ്മുടെ കഴിവുകളെ സംശയിക്കാതിരിക്കുക. കാരണം എല്ലാവർക്കും കഴിവുകളുണ്ട്, എല്ലാവർക്കും അനുഗ്രഹങ്ങളുണ്ട്. ഇതിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ബിലീഫ് ഈസ് ഗെയിം ചേഞ്ചിങ്. കാരണം നമ്മൾ എന്ന് വിശ്വസിച്ച് തുടങ്ങുന്നു, നമ്മൾ എന്ന് ഒരു ഉറച്ച ബോധ്യത്തോടെ മുന്നോട്ട് പോകാൻ തുടങ്ങുന്നു, അന്ന് തൊട്ട് നമ്മുടെ ലൈഫ് മാറുന്നത് നമ്മൾ കാണാൻ തുടങ്ങും. എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ബിലീഫായിരിക്കണം നമ്മുടെ കൈകളിൽ ആദ്യം ഉണ്ടാവേണ്ടത്. ഏഴാമത്തെ കാര്യമാണ് സ്റ്റോപ്പ് കംപ്ലൈനിങ്. ശരിയാണ്, നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും നല്ല സാഹചര്യങ്ങളല്ല, ഏറ്റവും മികച്ച ചുറ്റുപാടുകളല്ല നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒരുപാട് പരിമിതികളുണ്ട്, ഒരുപാട് കഷ്ടപ്പാടുണ്ട്. ബട്ട് ഡോണ്ട് കംപ്ലൈൻ. നമ്മൾ പരാതി പറയുന്നതുകൊണ്ട് ഇതൊന്നും മാറാൻ പോകുന്നില്ല. നമ്മുടെ എനർജി പോകുന്നു, നമ്മുടെ സമയം പോകുന്നു, നമ്മുടെ ഉള്ളിലൊരു നെഗറ്റിവിറ്റി കയറുന്നു എന്നുള്ളതാണ്. പരാതി പറയുന്നവരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ റെസ്പോൺസിബിലിറ്റി അവരിൽ നിന്ന് മാറ്റി മറ്റുള്ളവരിലേക്ക് ഇടാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ചുറ്റും നടക്കുന്നതിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്താൻ നമുക്ക് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ കൂടിയും അതിന് പറ്റാതെ വരും. കാരണം പരാതി പറയുന്നവർ അത് മറ്റുള്ളവരുടെ തലയിലേക്ക് ഇടാനാണ് ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ മറ്റ് സാഹചര്യങ്ങളിലേക്ക് ഇടാനാണ് ശ്രമിക്കുന്നത്. സ്വന്തം കൈകളിലേക്ക് ഇതിന് ഉത്തരവാദിത്തം എടുത്ത് എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ ഇവർക്ക് കഴിയില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ പരാതി പറയുന്ന നിർത്തിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നോക്കുക. മാറ്റാൻ പറ്റാത്തതിനെ അംഗീകരിക്കാൻ പഠിക്കുക. ഇറ്റ് ഈസ് ഗെയിം ചേഞ്ചിങ്. അടുത്ത കാര്യമാണ് സ്റ്റോപ്പ് യൂസിങ് ഷുഗർ. പഞ്ചസാര ഉപയോഗം നമ്മുടെ ജീവിതത്തിൽ കുറയ്ക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ ഫാസ്റ്റ് ഫുഡിൻ്റെ ഉപയോഗം ഒരുപാട് കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പഞ്ചസാരയുടെ ഉപയോഗം. ഒരിക്കലും ഈ പഞ്ചസാരയുടെ കൂടുതലായിട്ടുള്ള ഉപയോഗം നമ്മുടെ ബോഡിയെ ഹെൽപ്പ് ചെയ്യുന്നതല്ല. അത് നമ്മുടെ ബോഡിക്ക് ഒരു പ്രത്യേക ക്ഷീണം ഉണ്ടാക്കുന്നുണ്ട്. ബ്ലഡ് പ്രഷറിനെയും ഹെൽത്തിനെയും എല്ലാം ലോങ് ടൈമിൽ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് പഞ്ചസാര ഉപയോഗം പതിയെ കുറയ്ക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇതൊരു വിൽ പവറിൻ്റെ കൂടി ഒരു കാര്യമായിട്ടാണ് വരുന്നത്. ഒമ്പതാമത്തെ കാര്യമാണ് സ്റ്റോപ്പ് ഇൻഫിനിറ്റ് സ്വൈപ്പിംഗ്. അതായത് ഒരു ലക്ഷ്യബോധവുമില്ലാതെ നമ്മുടെ ഫോണിൽ തോണ്ടുന്ന പരിപാടി നമ്മൾ നിർത്തുക എന്നുള്ളതാണ്. കാരണം ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും യൂട്യൂബും എല്ലാ പ്ലാറ്റ്ഫോംസും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു ലക്ഷ്യവുമില്ലാതെ നമുക്ക് സ്വൈപ്പ് ചെയ്ത് എന്തോരം വേണമെങ്കിലും പോകാൻ പറ്റുന്ന രീതിയിലാണ്. ഇത് നമ്മുടെ സമയം നഷ്ടപ്പെടുത്തുന്നത് മാത്രമല്ല, നമ്മുടെ തലച്ചോറിൻ്റെ ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്വഭാവം കൂടി നശിപ്പിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ സമയം നമ്മുടെ കൈകളിലല്ല നിൽക്കുന്നത്, മറിച്ച് നമ്മുടെ കയ്യിലിരിക്കുന്ന ആ ചെറിയ മൊബൈൽ ഫോണിലാണ് ഇരിക്കുന്നത്. നമുക്കതൊരു ശീലമായി പോയിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ സ്വൈപ്പിംഗ് ഒരു ശീലമായി പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിർത്തുക എന്നുള്ളതാണ്.
ഫോൺ മാറ്റിവെക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. ഇതെല്ലാം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റാൻ തുടങ്ങിയാൽ നമ്മുടെ ലൈഫിൽ നമുക്കൊരു പുതിയ എനർജി ഫീൽ ചെയ്യും. നമ്മുടെ ഒരുപാട് സമയവും എനർജിയും നമ്മുടെ കൈകളിലേക്ക് വരുന്നതായിട്ട് ഫീൽ ചെയ്യും. എല്ലാ മാറ്റവും തുടങ്ങുന്നത് ശരിയല്ലാത്തതിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പറിച്ചു മാറ്റുന്നിടത്താണ്. നമ്മൾ ചെയ്യുന്നതിലെ തെറ്റുകൾ മനസ്സിലാക്കുന്നിടത്താണ് നമ്മുടെ ശരികൾ തുടങ്ങുന്നത്. അതുകൊണ്ട് ഇന്ന് തന്നെ ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. ലെറ്റ്സ് ടേക്ക് ദ നെക്സ്റ്റ് ലെവൽ ഓഫ് ലൈഫ്. ഇൻസ്പയറിംഗ് ഫ്രീ.